പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ യോഗം ചേർന്നു. നഗരസഭയിൽ അഴിമതിയില്ലാത്ത ഭരണം ഉറപ്പാക്കുമെന്നും ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുമെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുമെന്നും ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാരും പറഞ്ഞു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് നഗരസഭാ സെക്രട്ടറി ലാൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ആദ്യ കൗൺസിൽ യോഗം ചേർന്നു. മുതിർന്ന അംഗം നാലകത്ത് ബഷീറിന്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ UDFിലെ 21 കൗൺസിലർമാരും LDFിലെ 16 കൗൺസിലർമാരും പങ്കെടുത്തു. ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ സംബന്ധിച്ച് വരണാധികാരികൾ യോഗത്തിൽ അറിയിച്ചു. വികസനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. അഴിമതിയില്ലാത്ത ഭരണത്തിന് നേതൃത്വം നൽകുമെന്നും എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഭരണപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ കൊണ്ടുവരാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളത് കൊണ്ടുവന്നിരിക്കും. വ്യക്തമായ രീതിയിൽ അഴിമതിയില്ലാത്ത ഒരു ഭരണം, 5 വർഷത്തേക്ക് 1 രൂപയുടെ അഴിമതിയില്ലാത്ത ഒരു ഭരണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുമെന്ന് ഉറച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും. വിവേചനമില്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള പരമാവധി ശ്രമമാണ് നമ്മൾക്ക്. വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു പാരമ്പര്യം ഞങ്ങൾക്ക് മുമ്പുണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അഴിമതിയില്ലാതെ കാര്യങ്ങൾ സ്വജനപക്ഷപാതം നടത്താതെ കൃത്യമായി എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു നീതിക്കങ്ങളാണ് നമ്മുടെ ഭാഗത്തുണ്ടാവുക. വികസനത്തിനോടൊപ്പം തന്നെ സാമൂഹ്യമായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഊന്നൽ നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന ഘട്ടം ഘട്ടമായി മുന്നണി സംവിധാനത്തിലും പാർട്ടി സംവിധാനത്തിലൊക്കെ ആലോചനകൾ നടത്തി പുറത്തുള്ള എക്സ്പെർട്ടുകളെ നമ്മൾ സമീപിച്ച് എക്സ്പെർട്ടുകളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് മുന്നണി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. ഭരണ പ്രതിപക്ഷ നിരയിൽ യുവാക്കൾ, മുതിർന്നവർ, വനിതകൾ ഉൾപ്പെടെ കൗൺസിലർമാരായുണ്ട്. ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുമെന്നും ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാലം ഞങ്ങൾ ഭരണപക്ഷത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയണ്ട, ഞങ്ങൾ ജനപക്ഷത്ത് നിന്ന് എങ്ങനെ പ്രവർത്തിക്കാമെന്നാണ് ഞങ്ങൾ ആലോചിച്ച് വരുന്നത്. ആ കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത്ര കാലം 10-30 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചിട്ട് ഒരുമിച്ച് ഭരണപക്ഷ വ്യത്യാസമില്ലാതെയാണ് വികസന കാര്യങ്ങളും വികസന കാഴ്ചപ്പാടും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പഴയ കൗൺസിലിൻ്റെ കാലത്ത് ജനപക്ഷത്ത് തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അതുപോലെ തന്നെ ഇനിയും തുടർന്നു പോകാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ജനങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചിട്ട് തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുക. നല്ല ശക്തമായ ഒരു പ്രതിപക്ഷമായി ഞങ്ങൾ 16 ആളും ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.